കനോലി കനാലിൽ പുല്ലൂറ്റ് മഞ്ഞനപ്പള്ളി പ്രദേശത്തെ മണൽ ഖനനം നിർത്തിവെക്കുമെന്നും ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ചു മാത്രമേ അനുമതി നൽകുകയുള്ളൂവെന്നും കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ പറഞ്ഞു. ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. പുഴയിലെ നിലവിലെ ആഴം പരിശോധന നടത്തി റിപ്പോർട്ട് നൽകണമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. കടുത്ത പാരിസ്ഥിതിക ആഘാതം സൃഷ്ടിക്കുന്ന കനോലി കനാലിൽ പുല്ലൂറ്റ് മഞ്ഞനപ്പള്ളി പ്രദേശത്തെ മണൽ ഖനനം നിർത്തിവെക്കുമെന്ന് കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ പറഞ്ഞു. ഞങ്ങൾ ജനപ്രതിനിധികൾ നിങ്ങളോടൊപ്പം തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസം ശിവാലയ കമ്പനിയും ഒറിയന്റൽ കമ്പനിയുമായി പല വിഷയങ്ങളും ഞാൻ സംസാരിച്ചു കഴിഞ്ഞതാണ്. തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ വരുന്ന സമയത്തും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് എക്സിയായി സംസാരിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. ഈ ലെവൽ നിങ്ങൾക്ക് ഇവിടെ നൽകിയിട്ടില്ല എന്ന് അനിത പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എക്സിയെ വിളിക്കുകയും എക്സി ഇന്ന് അദ്ദേഹത്തിന്റെ മകൻ ഹോസ്പിറ്റലായതുകൊണ്ടാണ് ഇവിടെ എത്താൻ സാധിച്ചത്. തീർച്ചയായിട്ടും എക്സിയിൽ എത്തണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അപ്പൊ എക്സിക്ക് ഈ ഒരു ഒഴിവുകേടുള്ളത് കൊണ്ടാണ് എനിക്ക് എത്താൻ പറ്റാത്തത്. അതുകൊണ്ട് നാളെ തന്നെ ഞാൻ ഇവിടെ വന്ന് അതിന് ഉള്ള തീരുമാനമെടുക്കും എന്നതാണ് എക്സിനോട് പറഞ്ഞിട്ടുള്ളത്. ലെവൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നെ തരും എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. വാർഡ് കൗൺസിലർ അനിത ബാബു അധ്യക്ഷത വഹിച്ചു. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, ദേശീയപാത കമ്പനി പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ കൂടിയ ജനകീയ സമിതി യോഗത്തിൽ മണലെടുപ്പ് പൂർണ്ണമായും നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് പൗരസമിതിയുടെ സാന്നിധ്യത്തിൽ പുഴയിലെ നിലവിലെ ആഴം പരിശോധന നടത്തി നഗരസഭയ്ക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്യണമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. പ്രദേശത്തെ മണൽ ഖനനം കാരണമുള്ള പാരിസ്ഥിതിക ആഘാതവും പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളും പരിഗണിച്ച് മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട് കൊടുങ്ങല്ലൂർ നഗരസഭ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകാമെന്നും നഗരസഭാ ചെയർപേഴ്സൺ യോഗത്തിൽ ഉറപ്പു നൽകി. ജനകീയ ഉപസമിതിക്ക് വേണ്ടി ടി.എ. നൌഷാദ്, ഇ.എസ്. സഗീർ, അനിൽകുമാർ, ഷഹീൻ കെ മൊയ്തീൻ, നസീമ നവാസ്, പി.ജെ. ഹഫ്സത്ത്, സഗീർ കെ, ബാബു കെ മേനോൻ, ബാഷിദ്, കൃഷ്ണൻ തലാശ്ശേരി, വി.എ. മുഹമ്മദ്, തുളസി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ.